പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 23-ാം ദിവസം നമ്മുടെ രക്ഷകൻ ജനിച്ച് ജീവിച്ച് പീഡകൾ സഹിച്ച് മരിച്ച വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ധാരാളം ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടി പോകാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത്രയധികം ദൂരം യാത്ര ചെയ്യേണ്ടതിൻ്റെയോ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതിൻ്റെയോ ആവശ്യമില്ല. കാരണം ഇതേ കർത്താവ് തന്നെ നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിന്ന് അല്പം അകലെയായി ദേവാലയങ്ങളിൽ അവിടുന്ന് ജീവിക്കുന്നു. വിശുദ്ധ പൗലിനോസ് പറയുന്നത് പോലെ വിശുദ്ധ നാടുകൾ സന്ദർശിച്ചതിനു ശേഷം തീർത്ഥാടകർ ഈശോ ജനിച്ച സ്ഥലത്തു നിന്നോ അവിടുത്തെ അടക്കിയ സ്ഥലത്തു നിന്നോ അല്പം മണ്ണ് കൊണ്ടുവരുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നുവെങ്കിൽ ഇത്രമാത്രം അപകടങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടാതെ പരിശുദ്ധ കുർബാനയിൽ ഇന്നും ജീവിക്കുന്ന ഈശോയെ സന്ദർശിക്കുന്നതിൽ നാം എത്രമാത്രം സന്തോഷിക്കണം. ദിവ്യകാരുണ്യനാഥനോട് അതിയായ സ്നേഹവും ഭക്തിയും നൽകി ദൈവം അനുഗ്രഹിച്ച ഒരു സന്യാസിയുടെ കത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ചില ചിന്തകൾ ഇവയാണ്. പരിശുദ്ധ കുർബാനയാണ് എൻ്റെ സർവ്വ സന്തോഷങ്ങളുടെയും സ്രോതസ്സെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ പക്കൽ ഞാൻ എന്നെ തന്നെ നൽകുകയും പവിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ചോദിക്കാത്തതുകൊണ്ട് മാത്രം എത്രയധികം കൃപകളാണ് ഈ ദിവ്യ കൂദാശയിൽ നിന്ന് നമുക്ക് ലഭിക്കാതിരിക്കുന്നത്. ഈ ദിവ്യ കൂദാശയിൽ നിന്ന് കൃപകൾ വർഷിക്കണമെന്ന് നമ്മുടെ കർത്താവിന് എത്രയധികമായ ആഗ്രഹമായിരിക്കും എന്ന് എനിക്കറിയാം. ഓ വിശുദ്ധ രഹസ്യമേ, ഓ സ്വർഗീയ അപ്പമേ, ഈ തിരുവോസ്തിയിലല്ലാതെ എവിടെയാണ് ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കിയിരിക്കുന്നത്? കാരണം എല്ലാ കാലത്തും ദൈവം നമുക്ക് വേണ്ടി ചെയ്തതെല്ലാം ഈ ദിവ്യ കൂദാശയിലുണ്ട്. സ്വർഗത്തിൽ വസിക്കുന്നവരെക്കുറിച്ച് നാം അസൂയപ്പെടേണ്ടതില്ല. സ്വർഗത്തിൽ വസിക്കുന്ന അതേ ദൈവം തന്നെയാണ് തൻ്റെ അനന്ത സ്നേഹവുമായി ഈ ഭൂമിയിൽ വസിക്കുന്നത്. തങ്ങളെ തന്നെ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കത്തക്ക വിധത്തിൽ മറ്റുള്ളവർ പ്രചോദനം ഉൾക്കൊള്ളത്തക്ക വിധം വേണം നിങ്ങൾ അവരോട് സംസാരിക്കുവാൻ. ഞാൻ ഇതെല്ലാം എഴുതുന്നത് ഈ ദിവ്യ കൂദാശ എന്നെ തന്നെ വിസ്മരിക്കുവാൻ എനിക്കിടയാക്കുന്നത് കൊണ്ടാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുവാൻ എനിക്കാവില്ല. കാരണം അത് എത്രമാത്രം സ്നേഹയോഗ്യമാണ്. ദിവ്യകാരുണ്യത്തിലെ ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ ഞാൻ ഒരുക്കമാണ്. ഇതോടെ കത്ത് അവസാനിക്കുന്നു. ഓ സെറാഫുകളായ മാലാഖമാരെ, ആനന്ദത്തിലും സ്നേഹത്തിലും ജ്വലിച്ചുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും കർത്താവിന് ചുറ്റും നിങ്ങൾ ജീവിക്കുന്നുവെങ്കിലും നിങ്ങളോടുള്ള സ്നേഹത്താലല്ല, എന്നോടുള്ള സ്നേഹത്താൽ പ്രേരിതനായാണ് സ്വർഗരാജാവായ ഈശോ ഈ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്നത്. സ്നേഹം നിറഞ്ഞ മാലാഖമാരെ, നിങ്ങൾക്കുള്ള സ്നേഹം എന്നോടുകൂടി പങ്കുവയ്ക്കുക. നിങ്ങളുടെ ജ്വാലകൾ കൊണ്ട് എന്നെയും ജ്വലിപ്പിക്കുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് കത്തി ജ്വലിക്കാം. എൻ്റെ ഈശോയെ, മനുഷ്യനോടുള്ള അങ്ങയുടെ സ്നേഹത്തിൻ്റെ വിസ്തൃതി എനിക്ക് വെളിപ്പെടുത്തുക. അതിൻ്റെ ദർശനം തന്നെ അങ്ങയെ കൂടുതൽ സ്നേഹിക്കുന്നതിനും പ്രസാദിപ്പിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും എന്നെ പ്രചോദിപ്പിക്കട്ടെ. ഏറ്റവും സ്നേഹയോഗ്യനായ നാഥ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ പ്രസാദിപ്പിക്കുവാനായി ഞാനെന്നും അങ്ങയെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. സുഹൃത ജപം. എൻ്റെ ഈശോയെ,
ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ശരണപ്പെടുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്നെ തന്നെ അങ്ങയ്ക്ക് നൽകുകയും ചെയ്യുന്നു. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ശരണപ്പെടുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്നെ തന്നെ അങ്ങയ്ക്ക് നൽകുകയും ചെയ്യുന്നു. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ശരണപ്പെടുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്നെ തന്നെ അങ്ങയ്ക്ക് നൽകുകയും ചെയ്യുന്നു. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങ് എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ കന്യകയെ, ദമാസ്കീന് ലഭിച്ചത് ജോൺ അങ്ങയെ അശരണരുടെ അമ്മയെന്നും വിശുദ്ധ എഫ്രേം അങ്ങയെ അനാഥരുടെ സുഹൃത്തെന്നും വിളിക്കുന്നു. നിസ്സഹായരായ ഈ അനാഥർ ദൈവത്തെ നഷ്ടപ്പെട്ട പാപികളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയമേ, ഞാൻ അങ്ങയുടെ പക്കലേക്ക് വരുന്നത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അങ്ങ് എൻ്റെ അമ്മയായതിനാൽ ദൈവത്തെ കണ്ടെത്തുന്നതിൽ എന്നെ സഹായിക്കണമേ. എൻ്റെ ഈ ദൗർഭാഗ്യ അവസ്ഥയിൽ ഞാൻ അങ്ങയുടെ സഹായം അപേക്ഷിക്കുന്നു. അങ്ങ് എന്നെ സഹായിക്കുക തന്നെ വേണം. ഞാൻ ഇനിയും എൻ്റെ അസന്തുഷ്ടിയിൽ തുടരണമോ? ഇല്ല. കാരണം ഇന്നസെൻ്റ് മൂന്നാമൻ അങ്ങയെക്കുറിച്ച് എന്നോട് ഇങ്ങനെ പറയുന്നു: അവളോട് അപേക്ഷിച്ചവരിൽ ആരാണോ കേൾക്കപ്പെടാതെയുള്ളത്? അങ്ങയോട് സഹായം അപേക്ഷിച്ച ആർക്കെങ്കിലും അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അങ്ങയോട് അപേക്ഷിക്കാത്തവർക്ക് മാത്രമുള്ളതാകാം നരകം. അതിനാൽ എൻ്റെ രാജ്ഞി, ഞാൻ രക്ഷിക്കപ്പെടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഇന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നുവെന്നും അങ്ങയിൽ ശരണം വയ്ക്കുന്നെന്നും ഉറപ്പുവരുത്തണമേ. സുഹൃത ജപം. എൻ്റെ സ്വന്തം മറിയമേ, അങ്ങയിലുള്ള ആത്മവിശ്വാസം എനിക്ക് തരിക. എൻ്റെ സ്വന്തം മറിയമേ, അങ്ങയിലുള്ള ആത്മവിശ്വാസം എനിക്ക് തരിക. എൻ്റെ സ്വന്തം മറിയമേ, അങ്ങയിലുള്ള ആത്മവിശ്വാസം എനിക്ക് തരിക. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനെ നമുക്ക് ചെല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ,
ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃക ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ത്രീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച് കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.